ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മൗനരാഗത്തിലെ സരയു ആണെങ്കിൽ പുതിയ അടവുമായിട്ട് നടക്കുകയാണ്. സരയു എന്തായാലും താൻ മാറി, അതുപോലെ തന്നെ മനോഹറിനെ കുഞ്ഞിനെ കാണിക്കുന്നതിൽ തനിക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് അവൾ പുറമേ നടിച്ചുകൊണ്ട് അകത്ത് എല്ലാവരെയും ശത്രുവായി കാണുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കല്യാണിയെ. എന്തായാലും കിരണിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കിരൺ പറഞ്ഞ വാക്ക് തള്ളാതെ അവനെ, അതായത് മനോഹരനെ ജയിലിൽ പോയി കാണുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സരയു. അങ്ങനെ ജയിലിൽ പോയി കാണുമ്പോൾ എന്തായാലും മനോഹറാണെങ്കിൽ ആകെ പേടിച്ച് തന്നെ വഴക്ക് പറയാൻ വന്നിരിക്കുകയാണെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അവളുടെ ഭാഗത്ത് നിന്ന് നല്ല നല്ല വാക്കുകളാണ് മനോഹറിനെ പറ്റി പറയുന്നത്. എന്തായാലും തൻ്റെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാൻ അത്രയ്ക്ക് വലിയ മനസ്സൊന്നുമല്ല എങ്കിലും കുഞ്ഞിനെ കാണിച്ചു തരാൻ എനിക്ക് സമ്മതമാണെന്ന് പറയുമ്പോൾ അവനും ഒരുപാട് സങ്കടം വരികയാണ്. അവൻ ആ കണ്ണുനീരിങ്ങനെ തുടയ്ക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്നും നമ്മുടെ സരയു അവനോടുള്ള ശത്രുത മനസ്സിൽ വെച്ച് അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ്. അതിനുശേഷം കിരണിനെ വന്ന് കണ്ടിട്ട്, നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ മനോഹറിനെ ജയിലിൽ പോയി കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അവനൊരു ആശ്വാസ വാക്കുകളൊക്കെ നൽകി എന്ന് പറയുമ്പോൾ, എന്തായാലും നന്നായി സരയും, നിന്നെ ഇത്ര വേഗം നീ ഞാൻ പറഞ്ഞ വാക്ക് അനുസരിക്കുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും നീ അത് ചെയ്തില്ലെങ്കിലും നീ അറിയാതെ കുഞ്ഞിനെ ഞങ്ങൾ എന്തായാലും കാണിക്കുമായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സരയു ആ സമയത്ത് അവരുടെ മനസ്സിലുള്ള ആ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യുകയാണ്. അതായത് കുഞ്ഞിനെ എപ്പോഴെങ്കിലും മനോഹറിന് ഞാൻ അറിയാതെ ഈ ഇടയ്ക്ക് കാണിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ കാര്യം നമ്മുടെ കിരണിന് സരയുവിനോട് പറയേണ്ടി വരികയാണ്. സരയുവിന് അപ്പം മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അവൾ മനസ്സിൽ കരുതിയാണ്, ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത് എന്ന് മനസ്സിൽ കരുതി അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിലും നമ്മുടെ സരയു പറയുന്നുണ്ട്, എന്തായാലും ഇനി മനോഹറിന്റെ കത്ത് വരികയാണെങ്കിൽ ആ കത്ത് കത്തിച്ച് കളയണ്ട, അത് വായിക്കാം, പിന്നെ പറ്റുമെങ്കിൽ ആ കത്ത് എനിക്കും കൂടി തരണം എന്ന് പറയുകയാണ്. അപ്പം എന്തായാലും അവളുടെ മാറ്റം കിരണടക്കം എല്ലാവരും വിശ്വസിച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും പയ്യെ മനോഹർ നല്ലവനാണെന്നൊക്കെ ഇങ്ങനെ പയ്യെ അവളുടെ കാതിൽ ഇങ്ങനെ ഉപദേശിച്ചു കൊടുത്ത് അവനുമായിട്ട് ഒരു ജീവിതം, അത് അങ്ങനെ എപ്പോഴെങ്കിലും അവൻ പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ജീവിതം അവൾക്ക് മേടിച്ചു കൊടുക്കാമെന്ന് തന്നെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ അവളുടെ മനസ്സിൽ ആ വിഷം നിറഞ്ഞ അവളുടെ മനസ്സാരും കാണുന്നില്ല. അതേ സമയത്ത് താരയ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ ഇവളുടെ മനസ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം. അതേ സമയത്താണെങ്കിൽ നമ്മുടെ അതായത് വിക്രം ജയിലിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം എന്തായാലും മനോഹർ ആണെങ്കിൽ തൻ്റെ ഭാര്യ തന്നെ വന്ന് ആശ്വസിപ്പിച്ചതിലും അതുപോലെ കുഞ്ഞിനെ കാണാമെന്ന് അനുവദിച്ചതിലും അവന് വലിയ സന്തോഷം. അത് അവൻ വിക്രത്തിൻ്റെ അരികിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെയല്ല, സരയു മാറി. സരയു എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണിച്ചു തരാൻ അവൾ സമ്മതമാണെന്ന് പറഞ്ഞു. അവളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും എനിക്കിനിപ്പോൾ ജീവിക്കണമെന്നൊരു പ്രതീക്ഷയൊക്കെ തോന്നുന്നുണ്ട്, എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടെങ്കിലും എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അത് കേട്ടിട്ട് നമ്മുടെ വിക്രത്തിന് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാതെ അങ്ങനെ നിൽക്കുകയാണ്. സരയുവിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മാറ്റമോ എന്നിങ്ങനെയുള്ള രീതിയിലാണ് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ മാത്രമാണോ മാറാത്തത്, എല്ലാവരും അവരുടെ വലയിൽ പെട്ടുപോയോ എന്നിങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയത്ത് വിക്രത്തിന് ഉടനെ തന്നെ പരോള് ലഭിക്കും എന്നൊരു വാർത്തയാണ് അവിടെ ജയിൽ വാർഡൻ വന്ന് പറയുന്നത്. അപ്പോൾ വിക്രത്തിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ശത്രുവായിട്ടുള്ള എല്ലാവരെയും ഇല്ലാതാക്കും. കല്യാണി, കാർത്തിക, ലക്ഷ്മിയമ്മ, കിരൺ ഒറ്റണത്തിനെയും വെറുതെ വെക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള മറ്റൊരു ജയിൽ പുള്ളി പറയുന്നുണ്ട്, എടാ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകണ്ട, നീ എന്തായാലും പരോളിൽ ഇറങ്ങിയിട്ട് പരോള് കഴിഞ്ഞ് ആ നാടൊക്കെ ആസ്വദിച്ചതിന് ശേഷം തിരികെ കയറാൻ നോക്കും നല്ലതായിട്ട്. ഇല്ലെങ്കിലേ നിനക്കും ഈ പറയുന്ന ഗംഗപ്രസാദിന്റെ വിധി തന്നെയായിരിക്കും. ഗംഗപ്രസാദിനെ കുറിച്ച് നിനക്ക് കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ചെന്നൈ നഗരവും അതുപോലെ ഇവിടെ കേരളത്തിലും പല പല കളികളും ഒരുപാട് കൊലപാതകങ്ങളൊക്കെ ചെയ്തനാണ്. എന്നിട്ടും കിരണിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവന് സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരുത്തനെ അവന് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ നീ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? നിന്നെയൊക്കെ നിഷ്പ്രയാസം കിരൺ ഇല്ലാതാക്കും വിചാരിച്ചു കഴിഞ്ഞാൽ. പിന്നെ കിരണിന്റെ സ്വന്തം അളിയനല്ലേ നീ, അതുകൊണ്ട് മാത്രമായിരിക്കും നിന്നെ ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്.
അപ്പോൾ ഇല്ല, ഒരിക്കലും ഞാൻ അവരെ അംഗീകരിക്കില്ല, അവരെ ഞാൻ കൊല്ല് തന്നെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നമ്മുടെ വിക്രം പുറത്തിറങ്ങുന്നുണ്ട്. എന്തായാലും വിക്രം പുറത്തിറങ്ങി സരയുവിൻ്റെ അരികിലേക്കാണ് പോകുന്നത്. സരയുവിനോട് ചോദിക്കുന്നുണ്ട്, എടി നിന്റെ മാറ്റം ഞാൻ ഒരിക്കലും ഉൾക്കൊള്ളുന്നില്ല, എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല നിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന്. നിന്റെ അച്ഛനെ, എത്രയായാലും നിന്റെ സ്വന്തം അച്ഛനെ, നിനക്ക് വേണ്ടി ജീവിച്ച അച്ഛനെ കൊന്നത് ഈ പറയുന്ന കിരണല്ലടി, എന്നിട്ട് നീ എന്തിനിങ്ങനെ മാറിയെന്നൊക്കെ ചോദിക്കുമ്പോൾ, എടാ വിക്രം, ഞാൻ ഒരിക്കലും മാറില്ല, എനിക്കൊരിക്കലും മാറാനും കഴിയില്ല. പക്ഷേ ഇപ്പം എനിക്ക് അവരുടെ വാക്കുകൾ കേട്ട് അവരുടെ ചെലവിലാണ് ഞാൻ കഴിയുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും മറുത്തൊരു അക്ഷരം പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ. എന്തായാലും അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ ഇവരെയൊക്കെ കൊല്ലുമെന്ന് പറയുമ്പോൾ നീ കിരണിനെ വിട്ടുപിടിച്ചോ, കിരണിനെ നീ കൊല്ലണ്ട. കാരണം കിരൺ എൻ്റെ അച്ഛനെ കൊന്നത് തന്നെയാണ്, എൻ്റെ അച്ഛൻ്റെ ജീവൻ എടുത്തവനാണ്. പക്ഷേ എങ്കിലും എനിക്ക് അവനെ വേണം എൻ്റെ ഭർത്താവായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലൊരു കളി തന്നെ കളിക്കുന്നുണ്ട്. ആ കല്യാണിയെ നീ ഇല്ലാതാക്കണം. കല്യാണിയാണ് നമ്മുടെയൊക്കെ മുഖ്യ ശത്രു. എൻ്റെ ജീവിതത്തിലും നിൻ്റെ ജീവിതത്തിലേക്ക് അവൾ വന്നതിന് ശേഷമാണ് നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞത്. അതുകൊണ്ട് നീ അവളെ ഇല്ലാതാക്കണം എന്നുള്ള ഉപദേശങ്ങളൊക്കെയാണ് സരയു കൊടുക്കുന്നതും. അതുപോലെ തന്നെ നിനക്കിനി ആരെങ്കിലും കൂട്ടാൻ ഏർപ്പാടാക്കാനോ ഉണ്ടെങ്കിൽ നീ അതിന് വേണ്ടിയിട്ട് പൈസയോ എന്ത് വേണമെങ്കിലും നീ എന്നോട് ആവശ്യപ്പെട്ടോ, ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ ഒരു കാരണവശാലും നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ഡീലിങ്സ് ഉണ്ടെന്ന് ആരും അറിയരുത് എന്ന് പറയുന്നത്. അതോടുകൂടി എൻ്റെ കച്ചവടം പൂട്ടും, എന്നെ പിന്നെ ഈ കമ്പനിയിൽ നിന്ന് വീട്ടിൽ നിന്ന് വരെ എന്നെ അടിച്ചു പുറത്താക്കും, പിന്നെ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇല്ല സരയു, നിന്നെ ഞാൻ ഒറ്റ കൊടുക്കില്ല എന്ന് വിക്രം വാക്ക് കൊടുക്കുകയും ചെയ്യുകയാണ്. എന്തായാലും സ്റ്റെഫി എന്ന് പറയുന്നവൾ പുറത്തുണ്ട്, പിന്നെ അവള് ജയിൽ ചാടിയിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അവളും ഈ പറയുന്ന മനോഹറാണ് ശരിക്കും ഗംഗപ്രസാദിനെ കൊന്നതെങ്കിലും അവൾക്ക് ശത്രുത കിരണിനോടൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ കിരണിനൊരു അപകടം വരാൻ പാടില്ല. പക്ഷേ കല്യാണി അവളൊരു പക്ഷെ കൊല്ലുകയാണെങ്കിൽ അങ്ങനെ സാധിക്കട്ടെ എന്നിങ്ങനെയൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അതിനുശേഷമാണെങ്കിലും ഈ പറയുന്ന നമ്മുടെ കിരണും അതുപോലെ കല്യാണിയും കൂടി സംസാരിക്കുകയാണ് രാത്രി സമയത്ത്. അപ്പോൾ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഒട്ടും വിട്ടുകൊടുക്കില്ല, ഈ സ്റ്റെഫി എന്ന് പറയുന്നവളെ പേടിച്ച് ജീവിക്കേണ്ട കാര്യം നമുക്കില്ല. ഈ ഗംഗപ്രസാദ് എൻ്റെ കയ്യിൽ പെട്ടതുപോലെ തന്നെ സ്റ്റെഫിയും എൻ്റെ കയ്യിൽ പെടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അവളെൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഭൂലോകം അവളെ കാണിക്കില്ല. അവളെന്തായാലും അവൻ പോയിടത്തേക്ക് ഞാൻ പറഞ്ഞയക്കുക തന്നെ ചെയ്യും, ആരും അറിയാതെ എന്ന് പറയുന്നുണ്ട്. അതേ സമയത്താണെങ്കിലും സ്റ്റെഫിയും സ്റ്റെഫിയുടെ കൂട്ടാളികളും കൂടിയിട്ട് ടൂ വീലറിൽ ഇങ്ങനെ വന്നിട്ട് ടൂ വീലർ പുറത്ത് നിർത്തി മതിൽ ചാടുകയാണ് കിരണിൻ്റെ വീടിൻ്റെ. അങ്ങനെ മതിൽ ചാടിയിട്ട് 3 ആണുങ്ങളുണ്ട്, ഈ സ്റ്റെഫിയുമുണ്ട്. അങ്ങനെ വീടിൻ്റെ ബാക്കിലെ ഡോറ് കുത്തി തുറക്കുകയാണ്. അങ്ങനെ അകത്ത് കയറുന്നുണ്ട്. അവളുടെ കയ്യിൽ നല്ലൊരു കഠാരയുണ്ട്. അങ്ങനെ അവൾ അതും പിടിച്ച് അകത്തേക്ക് കടക്കുകയാണ്. അതിനുശേഷം കല്യാണിയെയും ലക്ഷ്യം വെച്ചിട്ടാണ് വരുന്നത്. പക്ഷേ അവളുടെ ലക്ഷ്യങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകും. ഒരൊറ്റ ചവിട്ടിന് അവളെ കയ്യിലുള്ള ആ കത്തി തെറിപ്പിക്കാൻ നമ്മുടെ കിരണിനറിയാം. അതുപോലെ തന്നെ അവളെ പിടിച്ചു കെട്ടി അവളെ തല്ലിച്ചതയ്ക്കുകയും കല്യാണി ആ കുത്തിയ വയറ് വേദനയൊക്കെ ആയിട്ട് നിൽക്കുന്നെങ്കിലും അവളുടെ കയ്യിൽ നിന്നും കിട്ടുന്നുണ്ട്, കല്യാണിയുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന സ്റ്റെഫിക്ക് നല്ലവണ്ണം കിട്ടുകയാണ്. അങ്ങനെ അവളെ തല്ലിച്ചതച്ച് ഈ പറയുന്ന ഗംഗപ്രസാദ് പോയിടത്തേക്ക് തന്നെ ആരും അറിയാതെ അവളെയും പറഞ്ഞയക്കുകയും ചെയ്യുകയാണ്. ഇനി അടുത്ത ശത്രു എന്ന് പറയുന്നത് വിക്രമാണ്. വിക്രത്തിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. അതൊരു പക്ഷേ നമ്മുടെ കിരൺ ആയിരിക്കില്ല അവൻ്റെ ജീവൻ എടുക്കുന്നത്, അത് പ്രകാശം തന്നെയായിരിക്കും. എന്തായാലും നല്ല അടിപൊളി ക്ലൈമാക്സ് ആണ് വരാൻ പോകുന്നത്, കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.